ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് നമ്മുടെ ഐറൺ ബേബി അവൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളും കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ഐറൂസിനെ കുളിപ്പിക്കാനുണ്ട്. അതുപോലെ അവനെ ഒന്ന് മാറ്റിച്ചിട്ട് നല്ലോണം ഉറക്കണം. നല്ല പരിപാടിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് ഉഷാറാവുള്ളൂ. അല്ല അവനെ ഉറക്കം റെഡി ആയിട്ടില്ലെങ്കിൽ ഫുൾ അലമ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനി അവനെ കുളിപ്പിക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വരുന്നതും അതുപോലെ അതിൻ്റെ ഇടയിൽ നടന്ന കാര്യങ്ങളൊന്നും ക്ലിപ്സ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഈ ഒരു സമയം വരെ തന്നെ ഹറി ബറി ആയിരുന്നു. കാരണം ഞങ്ങൾ ചടങ്ങുകൾ കുറച്ച് നേരത്തെ ആയിരുന്നു. 8 മണിയാകുമ്പോഴത്തേക്കും ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴത്തേക്കും എനിക്കും അതുപോലെ തന്നെ വാവയ്ക്കും മാറ്റമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് വാവേനെ ആദ്യം എൻ്റെ കയ്യിലേക്ക് എൻ്റെ അമ്മ തരും. പിന്നെ ഞങ്ങൾ രണ്ടാളെയും ഇങ്ങനെ ആരിയൊക്കെ എറിഞ്ഞ് ഇവർ അനുഗ്രഹിച്ചതിന് ശേഷം ഹസ്ബൻഡ് പെങ്ങളടുത്തേക്ക് കയ്യിലേക്ക് വാവനെ തിരിച്ചമ്മ വാങ്ങിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചടങ്ങാണിത്. അതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഐറൂസിൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് അവൻ ആദ്യമായിട്ട് കയറുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരെല്ലാവരും ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് ഫുള്ള് ഇങ്ങനെ ഭയങ്കര ഐശ്വര്യമായിട്ട് ഇങ്ങനെ കയറണം. ആ ഒരു ഇതിലാണ് ഇങ്ങനത്തെ ഇതൊക്കെ ഉള്ള ചടങ്ങുകളൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. പിന്നെ ബാക്കി പരിപാടികളിലേക്ക് കിടക്കുകയാണ്. അപ്പം അതിന് മുന്നേ ഇത് അവൻ്റെ അച്ഛമ്മയാണ് കേട്ടോ. അപ്പം അമ്മ അങ്ങനെ അവനെ വാങ്ങിയിട്ട് നോക്കുക. മൂപ്പന് നല്ല ഉറക്കില്ലായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എഴുന്നേറ്റു കേട്ടോ. പിന്നെ ഞങ്ങൾ അവനെ മാറ്റിച്ച് ഒക്കെ റെഡിയാക്കി കേട്ടോ. ഇതാണ് അവന് പാൽ കൊടുക്കുന്ന സമയത്ത് ഇട്ട ഡ്രസ്സ്. ഇത് നമ്മൾ വാങ്ങാൻ പോയ ചെറിയ ഷോർട്ട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഏകദേശം അത് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനതിട്ടിട്ടും ഞങ്ങൾക്ക് ഇഷ്ടമായി. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പാൽ കൊടുക്കുന്നത്. കിഴക്കോട്ട് തിരിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ബേസിലാണ് ഈ പായൊക്കെ അവിടെ ഇട്ട് സെറ്റ് ചെയ്തത്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു താലമൊക്കെ ഉണ്ട്. താലത്തിൽ നമ്മളെ പേര് പറയാനായിട്ടുള്ള നമ്മൾ ചെവിയിൽ വാവൻ്റെ പേര് പറയുന്നത് ഈ ഒരു സമയത്താണ്. പിന്നെ അതുപോലെ അവൻ്റെ അരയിൽ നമ്മൾ ചരട് കെട്ടുന്നതും ഒക്കെ ഇടുന്നതും ഒക്കെ അങ്ങനെ അരഞ്ഞാണിടുന്നതൊക്കെ ഈ ഒരു സമയത്താണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഇത് അവൻ്റെ വലിയച്ഛനാണ് കേട്ടോ. ആ വലിയച്ഛനാണ് അവൻ ആദ്യമായിട്ട് പാൽ കൊടുക്കുന്നത്. അങ്ങനെ ഏട്ടൻ കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കൊടുക്കും. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പാൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയൊരു മോതിരം ഉണ്ട്. ആ മോതിരത്തിൽ ഇങ്ങനെ മോതിരം പാലിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ടാണ് അവൻ്റെ വായിലിങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പേര് വിളി ചടങ്ങാണ് കേട്ടോ. അപ്പം ഒരു ചെവിയിൽ ഇങ്ങനെ വെറ്റില വെച്ച് പൊത്തിയിട്ട് മറ്റേ ചെവിയിലാണ് നമ്മൾ പേര് വിളിക്കുക. പേര് വിളിക്കുമ്പം അവൻ്റെ പേരല്ല അവൻ്റെ അച്ഛൻ്റെ പേരാണ് 3 പ്രാവശ്യം പറയുക. അപ്പോൾ അതാണ് കേട്ടോ ആ ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സമയത്തൊക്കെ അവൻ നല്ല ഉഷാറായിരുന്നു കേട്ടോ. അവനൊരു അങ്ങനെ കരഞ്ഞ് അങ്ങനെ അലമ്പാക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ച അവനെ ഈ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനൊക്കെ ആയിരിക്കും എന്നാണ്. പിന്നെ ഈ വിളക്കിൻ്റെ ചൂടൊക്കെ ആകുമ്പോൾ അവനെ സമ്മതിക്കില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ആൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. മൂപ്പരും ഈ ഒരു പരിപാടിയൊക്കെ എൻജോയ് ചെയ്യായിരുന്നു. 10:15 മുതലാണ് കേട്ടോ പാൽ കൊടുക്കൽ ചടങ്ങ് തുടങ്ങേണ്ട സമയം. അതായത് 10:15 മുതൽ 10:40 വരെയായിരുന്നു നല്ല മുഹൂർത്തം ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് തന്നെ ഞങ്ങൾ കറക്റ്റ് തുടങ്ങി. 10:40 ഉള്ളിൽ തന്നെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ ചെറിയൊരു സമയമേ ഉള്ളൂ ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആ പരിപാടികളൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവന് കുറേ കഴിഞ്ഞപ്പം സ്വഭാവമൊക്കെ മാറി തുടങ്ങി കേട്ടോ. ചെറുങ്ങനെ കരയാനൊക്കെ തുടങ്ങി. പിന്നെ അതായത് ഈ കുറേ ആൾക്കാരൊക്കെ കണ്ടതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
40 ആയപ്പോഴത്തേക്കും പാൽ കൊടുക്കൽ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് പരിപാടികളൊക്കെ കുറച്ച് നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊന്നും കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കുറച്ച് തിരക്കിലായിപ്പോയി. അതുകൊണ്ട് എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറേ ക്ലിപ്സ് എനിക്ക് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അതുപോലെ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ട് വാവേനെ വെച്ചിട്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു ദിവസം. ഈ ഒരു വീഡിയോ നമ്മൾ കുറേ ദിവസം മുന്നേ അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വീക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും.